ക്വസ്റ്റ്യൻ നോക്കുക. Two stars of masses m and 2m at a distance small d rotate about their common center of mass in free space. The period of revolution is എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ തൃശ്ശൂർ സിറ്റിയിൽ ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ്, നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. വീട്ടിൽ വന്നിട്ട് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, 2 സ്റ്റാറുകളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റാറാണ്, ഇത് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാറാണ്. ഈ 2 സ്റ്റാറുകളും തമ്മിൽ തന്നെ ഇവിടെ ഇങ്ങനൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാറിൻ്റെ മാസ് m ആണ്, ഈ സ്റ്റാറിൻ്റെ മാസ് 2m ആണ്. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r1 ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r2 ആണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, d ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന 2 പോയിന്റ്സുകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷനാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഈ r1 എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. r2 എന്ന് പറയുന്ന വാല്യൂ അത് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം. അത് ഉപയോഗിച്ചുകൊണ്ട് വേണം ടൈം പീരീഡ് നമ്മൾ കണ്ടെത്താനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല അനുസരിച്ചിട്ട് ഈ മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഈ മാസിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്, ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്കിവിടെ പറയാൻ പറ്റാവുന്ന ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ഫ്രം ദി സെൻറ്റർ ഓഫ് മാസ് ഫോർമുല, അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, m ഇൻറ്റു r1 ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു r2. കാരണം ക്വസ്റ്റ്യൻ്റെ അത് 2m ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ r1 ഈക്വൽ ടു 2m r2 എന്ന് നമുക്കിവിടെ പറയാം. ഈ എമ്മും ഇവിടെ കട്ട് ചെയ്ത് പോകും. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നതാണ് r1 ഈസ് ഈക്വൽ ടു 2r2 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയാം ഈ r1 + r2 ആണ് എന്ത്, d എന്ന് നമുക്ക് പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ നോക്കിയേ കിട്ടും. സോ r1 + r2 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് d ആണ് എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും r1 ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, d മൈനസ് r2 എന്നുള്ളൊരു ഇക്വേഷനും, അതുപോലെ തന്നെ r2 ഈസ് ഈക്വൽ ടു d മൈനസ് r1 എന്ന് പറയുന്ന ഒരു ഫോർമുലയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ m r1 ഈക്വൽ ടു m2m r2. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് r1 ഈക്വൽ ടു 2 ഇൻറ്റു r2 എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ r2വിന് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, d മൈനസ് r1 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പുട്ട് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ r1 ഈക്വൽ ടു, അപ്പോൾ എന്താ വരിക, 2 ഇൻറ്റു d മൈനസ് r1 എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ r1 ഈക്വൽ ടു 2d മൈനസ് 2r1. ഇനി മൈനസ് 2r1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ r1 പ്ലസ് 2r1 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, 2d എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ 3r1 ഈസ് ഈക്വൽ ടു 2d എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കിവിടെ കിട്ടും. സോ ഇതിന് നമ്മളൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ r1 ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്കിവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പുട്ട് ഇക്വേഷൻ നമ്പർ 5 ഇന്ന് നമുക്കിവിടെ നേരത്തെ r2 ഈക്വൽ ടു d മൈനസ് r1 കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ എന്ത് വരും? R2 ഈക്വൽ ടു ഡി മൈനസ് 2D ഡിവൈഡഡ് ബൈ 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? D/3 എന്ന് കിട്ടി. അപ്പോൾ R2 ഈക്വൽ ടു D/3 എന്നും R1 ഈക്വൽ ടു 2D/3 എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കണ്ടീഷനാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതും ഇവിടെ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? ഈക്വൽ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാസ് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇൻ ടൈംസ് ഓഫ് R1 പറയാം, അല്ലെങ്കിൽ ഇൻ ടൈംസ് ഓഫ് R2 പറയുകയാണെങ്കിലും സെയിം ആൻസർ തന്നെയാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ ഞാൻ ഇൻ ടൈംസ് ഓഫ് എമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എം ഇൻറ്റു R1 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി, രണ്ട് മാസമാണുള്ളത്, M1 M2 ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇവന്മാർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? D ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ അതിനെ D² എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഈ എമ്മും ഇവിടെ കട്ടായിട്ട് പോകും. പിന്നെ M2 പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2M എന്നുള്ളതും കൊടുക്കാം. അപ്പോൾ ഇവിടെ G M 2M ഡിവൈഡഡ് ബൈ D² കിട്ടിയല്ലോ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്താണ് വരിക? R1 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എന്താണ് വരിക? 2GM ഡിവൈഡഡ് ബൈ D². ഇനി R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2D/3 ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2D ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GM ഡിവൈഡഡ് ബൈ D² എന്നായിട്ട് മാറും. ഓക്കെ, സോ ഈ ടൂവും ഇവിടെ എന്തായിട്ട് മാറും? കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ബാക്കി പിന്നെ ഈ D എന്ന് പറയുന്നത് താഴേക്ക് വരും, ഈ 3 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കും പോകും. സോ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3GM അല്ലേ? പിന്നെ എന്താണ്? ഡിവൈഡ് ബൈ എന്താണ് വരിക? D³ എന്നായിട്ട് മാറും. സോ ഒമേഗ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 3GM ഡിവൈഡഡ് ബൈ എന്ത് വരും? D³. നമുക്കറിയാം T ഈക്വൽ ടു 2π ഒമേഗയാണ്. ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 2π റൂട്ട് ഓഫ് D³ ഡിവൈഡഡ് ബൈ 3GM എന്ന് പറയുന്ന റിസൾട്ട് ഫോം ചെയ്ത് വരും. സോ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 2π ഇൻറ്റു റൂട്ട് ഓഫ് D³